ഹായ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും കാൽക്കുലസ് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സുകാരുടെ ബയോളജി ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റിയാണ്. ഞാൻ നിങ്ങളടുത്ത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ലാഗാവാതെ നേരെ ചാപ്റ്ററിലോട്ട് പോകും. നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്താണ്? ജെനറ്റിക്സ് ഓഫ് ലൈഫ്. അതെ, നമ്മൾ ഈ ചാപ്റ്ററിൽ കുറച്ച് ജെനറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. DNA, RNA, അതേപോലത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റി. അപ്പൊ നോക്കി, ചാപ്റ്ററിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് സയന്റിസ്റ്റുകളെ പറ്റിയാണ്, രണ്ട് വ്യക്തികളെ പറ്റിയാണ്. ആരൊക്കെ ഇവര്? ജെനിഫർ എ ഡൗഗ്ന, ഇമാനുവല കാർപെന്റീരിയർ. 2020 കെമിസ്ട്രിയിൽ നൊബേൽ പ്രൈസ് നേടിയവരാണ് ആര്? ഇവർ രണ്ടുപേരും. എന്തിനാണ്? ജീൻ എഡിറ്റിംഗിന്റെ ഫീൽഡിലാണ് എന്ത് ചെയ്തത്? ഇവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇവർക്ക് എന്തിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്? ഇവർ CRISPR-Cas9 എന്ന് പറയുന്ന ഒരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജി എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തെടുത്തു. ഇതിന്റെ ഉപയോഗം എന്താണ്? നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് ജനിതക രോഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടെക്നോളജി വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ഇപ്പൊ ക്രോപ്സ് ഉണ്ടായിരിക്കുമല്ലോ, നെല്ല്, പിന്നെ വീറ്റ്, അതേപോലെ എല്ലാ ക്രോപ്സിനും ഉണ്ടാകുന്ന ചില ഡിസീസസും പിന്നെ അതിനുണ്ടാകുന്ന പെസ്റ്റിന് എതിരായിട്ടുള്ള കൺട്രോൾ ഒക്കെ ചെയ്യാനായിട്ട് എന്ത് പറ്റും? നമുക്ക് ഈ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെയൊക്കെ തടയാൻ പറ്റും. അപ്പൊ എന്താണ്? 2020 നൊബേൽ പ്രൈസ് നേടിയവരാണ് ആരൊക്കെ? ജെനിഫർ എ ഡൗഗ്നയും പിന്നെ ആരാണ്? ഇമാനുവല കാർപെന്റീരിയർ. മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ഇവർക്ക് എന്തിനു വേണ്ടിയാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്? CRISPR-Cas9 എന്ന് പറയുന്ന ഒരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തതിന് വേണ്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ്? സ്ട്രക്ചർ ഓഫ് DNA. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രക്ചറിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യമേ നിങ്ങൾ 6ാം ക്ലാസ്സിലേക്ക് കേൾക്കുന്നതാണ് സെല്ല്. സെല്ലിന്റെ അകത്താണ് ആരുള്ളത്? ഒരു മധ്യഭാഗത്തായിട്ട് ഒരു സ്പെറിക്കൽ ഷേപ്പിൽ ആരിപ്പുണ്ട്? ന്യൂക്ലിയസ് ഇരിപ്പുണ്ട്. ന്യൂക്ലിയസിന്റെ അകത്ത് ആരുണ്ട്? ന്യൂക്ലിയസിന്റെ അകത്താണ് ആരിയിരിക്കുന്ന? ഈ ക്രോമസോംസ് ഇരിക്കുന്നത്. ഈ ക്രോമസോംസിനകത്താണ് ആരിയിരിക്കുന്നത്? നമ്മുടെ DNA ഇരിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നമുക്ക് നേരെ DNA സ്ട്രക്ചറിനെ പറ്റി പറയാം. അതിന് മുമ്പേ ഈ സ്ട്രക്ചർ ഉണ്ടായ ഹിസ്റ്ററിയെ പറ്റി പറയാം. 1953 രണ്ട് സയന്റിസ്റ്റ്, ആരൊക്കെയാണ്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ഈ രണ്ട് സയന്റിസ്റ്റുകളാണ് എന്ത് ചെയ്തത്? DNA സ്ട്രക്ചർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹെലിക്കൽ മോഡൽ എന്നാണ് എന്ത് പറയുന്നത്? ഈ DNA മോഡൽ അല്ലെങ്കിൽ സ്ട്രക്ചറിനെ പറയുന്നത്. ഇവർക്ക് ഇങ്ങനെ ഒരു പ്രസന്റേഷൻ നടത്താനായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് എവിടെ നിന്നാണ്? വേറെ രണ്ട് സയന്റിസ്റ്റുകളുടെ സ്റ്റഡീസിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഇവർക്ക് ഇങ്ങനെയാണ് DNA സ്ട്രക്ചർ എന്ന് മനസ്സിലായത്. ആരൊക്കെയാണത്? വേറെ ആരുമല്ലാതെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിനും പിന്നെ ആരാണുള്ളത്? മൗറൈസ് വിൽക്കിൻസ് എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ സ്റ്റഡീസിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും എന്ത് മനസ്സിലായത്? DNA സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ ആണെന്ന് മനസ്സിലായത്. ഇതിന്റെ കീ പോയിന്റ് ആയിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത ഫോട്ടോ 51 എന്ന് പറയുന്ന DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ആണ് എന്ത് ചെയ്തത്? ഇതിന് ഹെൽപ്ഫുൾ ആയത്. പിന്നീട് എന്ത് ചെയ്തു? 1958 നമ്മുടെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ത് ചെയ്തു? മരിച്ചുപോയി. പുള്ളിക്ക് അന്ന് 37 വയസ്സാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ബാക്കി 3 സയന്റിസ്റ്റുകൾ ആരൊക്കെയാണ്? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മൗറൈസ് വിൽസൺ എന്ന് പറയുന്ന 3 പേർക്ക് എന്ത് ചെയ്തു? മെഡിസിനിൽ എന്ത് ചെയ്തു? നൊബേൽ പ്രൈസ് ലഭിച്ചു. എന്നാണ് 1962. സ്ട്രക്ചർ ഓഫ് DNA, അതായത് DNA സ്ട്രക്ചർ അല്ലെങ്കിൽ DNA എന്തൊക്കെ വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി. DNA ഉണ്ടാവാനായിട്ട് വേണ്ട കാര്യങ്ങൾ നൈട്രജൻ ബേസ്, ഷുഗർ, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പൊ ഇവ മൂന്നോടെ ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ഒരു DNA ഫോം ചെയ്തിരിക്കുന്നത്. DNA ഉള്ള ഷുഗർ എന്ന് പറയുന്നത് ഒരു പെന്റോ ഷുഗർ ആണ്. പെന്റോ ഷുഗർ മീൻസ് 5 കാർബൺ ഉള്ളത്. ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് എവിടെ ഉള്ളത്? DNA ഉള്ളത്. പിന്നീടുള്ളത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. പിന്നീടുള്ളത് 4 നൈട്രജൻ ബേസസ് ആണ് ഇതിലുള്ളത്, നമ്മുടെ DNA ഉള്ളത്. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ 4 ബേസസും. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ DNAയിലുള്ള നൈട്രജൻ ബേസസിന്റെ പേരാണ് ഇവയെല്ലാം. ഇനി അടുത്തായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിക്ചറിൽ സ്ട്രാൻഡ്സ് എന്ന് പറഞ്ഞു കാണാം. നോക്കി, കോമ്പോസ്റ്റ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. അതായത് DNA സ്ട്രാൻഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ വെച്ചാണ്? ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളും ചേർന്നാണെന്നുണ്ടായിരിക്കുന്ന DNA ആ സ്ട്രാൻഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ റങ്സ് എന്ന് പറഞ്ഞു കാണാം. ഈ റങ്സ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇങ്ങനെയാണ് ഫോം ആയിരിക്കുന്നത്. നൈട്രജൻ ബേസസ് തങ്ങൾ പെയർ ചെയ്യുമ്പോഴാണ് ഉണ്ടായിരിക്കുന്നത് ഈ റങ്സ് ഫോം ആവുന്നത്. ഇനി അടുത്ത ഒരു ടേം ആണ് എന്ത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്താണ്? DNA
ബേസിക് ബിൽഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ കാണുമായിരിക്കും? ഒരു ഷുഗർ മോളിക്യൂൾ കാണും, പിന്നെ എന്തുണ്ടായിരിക്കും? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണും, അതേപോലെ തന്നെ ഒരു നൈട്രജൻ ബേസും കാണും. അപ്പം ഒരു ഡിയോക്സി റൈബോസ് ഷുഗർ, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ്, ഇവ മൂന്നൂടെ ചേർന്നാണ് എന്ത്, ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത്, DNA-യുടെ ബേസിക് ബിൽഡിംഗ്. നിങ്ങൾ തൊട്ടായിട്ട് നോക്കി ഫോസ്ഫേറ്റിന്റെ ഫംഗ്ഷൻ അവിടെ എഴുതിയിട്ടുണ്ടോ? എന്താണ് ഫോസ്ഫേറ്റ്? ഈ DNA-യുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ ഫംഗ്ഷൻ എന്താണ് നോക്കി. പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്സ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. അതായത് എന്താണ്, ഈ ഓരോ ന്യൂക്ലിയോടൈഡ്സുകളെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നത് ആരാണ്? നമ്മുടെ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. ഇല്ലെങ്കിൽ ഈ ഓരോ ബേസിക് ബിൽഡിംഗ് മാത്രം സെപ്പറേറ്റ് ആയി നിൽക്കും. ഇവ എന്ത് ചെയ്യുന്നു? ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? തങ്ങളിൽ ലിങ്ക് ചെയ്ത് നിർത്തുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്ട്രാൻഡ് പോലെ ആക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത് നോക്കിയേ, എന്താണ് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്? എന്താണ് നൈട്രജൻ ബേസ്? നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട്. ഒരു ആൽക്കലൈൻ കോമ്പൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന നൈട്രജൻ, അവയാണ് നമ്മൾ എന്ത് പറയുന്നത്, നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, DNA-യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. അതേപോലെ നോക്കി, DNA എന്ത് വെച്ചാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്? ഷുഗർ മോളിക്യൂൾ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അതേപോലെ തന്നെ നൈട്രജൻ ബേസ്. DNA യൂസ് ചെയ്തിരിക്കുന്ന ഷുഗർ മോളിക്യൂൾ ഏതാണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് ഇത് DNA ഉള്ളത്. ഇത് എടുത്ത് പറയുന്ന കാര്യം ഇനി ഞങ്ങളുടെ RNA വരുമ്പോൾ ഇത് മാറും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇനി അടുത്തൊരു കാര്യം നോക്കി, ഈ നൈട്രജൻ ബേസസിന്റെ പേരിന് നോക്കിയേ. ഈ പിക്ചറിൽ നോക്കിയേ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ കണ്ടില്ലേ? അവയെല്ലാം സെപ്പറേറ്റ് ഷേപ്പ് ആണല്ലേ, സ്ട്രക്ചർ അല്ലേ അവയ്ക്ക്? നോക്കി, അഡിനിന്റെ ഷേപ്പും തൈമിന്റെ ഷേപ്പും നോക്കി. അഡിനിനും തൈമിനും തമ്മിൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ? ബോണ്ടിങ് ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾ ആ പിക്ചറിൽ നോക്കി, അവ തങ്ങളല്ലേ കറക്റ്റായിട്ട് മാച്ച് ആവുന്നത്? നോക്കി, അഡിനിൻ, തൈമിൻ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു കൊച്ചു രണ്ട് വരകൾ കാണാനുണ്ട് നടുക്കായിട്ട്. അത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അഡിനിൻ തൈമിൻ എങ്ങനെയായിരിക്കും? ഡബിൾ ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അഡിനിൻ തൈമിൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പേര് ചെയ്യത്തുള്ളൂ. അവ എങ്ങനെയായിരിക്കും? ഡബിൾ ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. തൊട്ട് താഴെ നോക്കി, സൈറ്റോസിൻ, ഗ്വാനിൻ, അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഗ്വാനിൻ, സൈറ്റോസിൻ കാണാം. നോക്കി, ഗ്വാനിനും സൈറ്റോസിനും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? തങ്ങളിൽ പേര് ചെയ്യത്തുള്ളൂ. അത് മാത്രമല്ല, അവർ ഫോം ചെയ്യുന്ന ബോണ്ട് എത്രയാണ്? ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡിനിൻ തൈമിനും മാത്രമേ പേര് ചെയ്യത്തുള്ളൂ, അവ ഡബിൾ ബോണ്ടും. ഗ്വാനിനും സൈറ്റോസിനും മാത്രമേ പേര് ചെയ്യത്തുള്ളൂ, അവ ട്രിപ്പിൾ ബോണ്ടും ആയിരിക്കും. ഇനി അടുത്ത കാര്യം നോക്കാം, സൈസ് ഓഫ് DNA. DNA-യുടെ സൈസിനെ പറ്റിയാണ് പറയാനുള്ളത്. നമ്മൾ നോക്കി, the DNA in each chromosome is about 2 inches. എത്ര ഇഞ്ചസ് ഉള്ളതാണ് പറഞ്ഞാൽ? ഒരു ക്രോമസോമിൽ, അതായത് 2 ഇഞ്ച് നീളമാണ് ഇതിനുള്ളത്, നമ്മുടെ DNA-ക്ക് ഉള്ളത്. അപ്പൊ നോക്കി, 46 ക്രോമസോംസിലാണെങ്കിലോ എത്ര വലുതായിരിക്കും? നമ്മുടെ മനുഷ്യന്റെ ഹ്യൂമന്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 46 ആണ്. അതുകൊണ്ടാണ് അവരോട് എന്ത് പറഞ്ഞിരിക്കുന്നത്? 46 ക്രോമസോം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കി, 46 ക്രോമസോമുകളിലാണെങ്കിൽ 6 ഫീറ്റ് അഥവാ 2 മീറ്ററോളം നീളം ഉണ്ടായിരിക്കും. ഇനി അടുത്ത നോക്കി, ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ട്രില്യൺസ് ഓഫ് സെൽസ്. അപ്പൊ എന്താണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു സെല്ലോ 2 സെല്ലോ കൊണ്ടായിരിക്കുന്നതാണോ? അല്ല, എങ്ങനെയാണ്? ട്രില്യൺസ് ആണ്. അപ്പൊ നോക്കി, ഇതിന് ഈ സെൽസിനകത്തെല്ലാം ഉള്ള DNA നമ്മൾ ഇങ്ങനെ എടുത്ത് വെളിയിൽ വെച്ച് അതിന്റെ നീളം അളക്കുവാണെങ്കിൽ അത് എത്ര ഉണ്ടാവുമെന്ന് പറയുന്നത്? നോക്കി, 67 ബില്യൺ, 67 ബില്യൺ ഉണ്ടാവും. ഒരു ബില്യൺ എത്രയാണ്? 100 കോടിയാണ് ഒരു ബില്യൺ. അപ്പൊ നോക്കി, ഒന്ന് ചിന്തിച്ചു നോക്കി എത്ര വലുതായിരിക്കും. നമ്മുടെ ഈ ലോകം ഫുള്ള് ചുറ്റി വരാനായിട്ട് എന്ത് പറ്റും? ഇത്രയും DNA കഴിയും. ഓക്കെ, അപ്പൊ അതാണ് എന്ത്? സൈസ് ഓഫ് DNA-യുടെ സൈസിനെ പറ്റി പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് ഏതാണ്? ക്രോമസോംസ്. ക്രോമസോംസിനെ പറ്റിയാണ് അടുത്ത ടോപ്പിക്. അപ്പൊ ഈ ക്രോമസോംസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബേസ് ഒക്കെ എന്തൊക്കെയാണ്? ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. നോക്കുക, DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനുമാണ് എന്ത്? ക്രോമസോമിന്റെ പ്രൈമറി കമ്പോണന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രോമസോമിന്റെ ബേസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? നമ്മുടെ DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനുമാണ്. ഇനി അടുത്ത കാര്യം, 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുന്നത്. എന്തൊക്കെയാ പറഞ്ഞേ? DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനുമാണ് എന്ത്? ക്രോമസോമിന്റെ പ്രൈമറി കമ്പോണന്റ്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുന്നത്. ഇനി അടുത്തൊരു കാര്യം നോക്കിയേ, ഈ DNA-യുടെ സ്ട്രാൻഡ്സ് വന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ത് ചെയ്യും? റാപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ വൈൻഡ് ചെയ്യും ചുറ്റും. അപ്പൊ എന്തുണ്ടാവും? പുതിയൊരു ഫോം അവിടെ രൂപപ്പെടും. അതിന് നമ്മൾ എന്ത് പറയുന്നു? ന്യൂക്ലിയോസോം എന്ന് പറയുന്നു. നിങ്ങൾ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും.
നോക്കി, ഒരു DNA വരുന്നു, അതിനുശേഷം ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ടാകുന്നു, 8 എണ്ണം ചേരുന്നത് ഹിസ്റ്റോൺ ഒക്ടാമർ ആയിട്ട് മാറുന്നു. ആ ഹിസ്റ്റോൺ ഒക്ടാമറിനെ നമ്മുടെ DNA സ്ട്രാൻഡിനെ റാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ വൈൻഡ് ചെയ്യുന്നു. അപ്പൊ നോക്കി അവിടെ എന്തൊരു ഫോം ഉണ്ടാകുന്നു? ന്യൂക്ലിയോസോം എന്ന് പറയുന്ന പുതിയൊരു ഫോം അവിടെ രൂപം കൊള്ളുന്നു. ഇനി അടുത്ത് നോക്കി, ഒരുപാട് ന്യൂക്ലിയോസോംസ് ഇങ്ങനെ വൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ അടിങ്ങിയാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ ക്രോമോസോംസ് രൂപം കൊണ്ടുവരുന്നത്. നിങ്ങൾ നോക്കി, the chromosomes are formed by packing and coiling numerous nucleosomes and recoiling the chains of nucleosomes. എന്താണ് ന്യൂക്ലിയോസോംസ് ഇങ്ങനെ ഒരുപാട് അടിങ്ങിയാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ ക്രോമോസോംസ് ഫോം ആയി വരുന്നത്. ഇനി അടുത്തൊരു കാര്യം നോക്കി, ക്രോമാറ്റിക്സ് എന്ന് പറഞ്ഞ ടേമാണ്. നിങ്ങൾ നോക്കി, ഈ പിക്ചർ ഏറ്റവും താഴെ നോക്കി, നമ്മുടെ ക്രോമോസോമിനെ നോക്കി, അതിന്റെ നടുക്കായിട്ട് കണ്ടോ സെൻട്രോമിയർ എഴുതിയിരിക്കുന്നത്, ആ എക്സിന്റെ നടുക്കായിട്ട്. അപ്പൊ നോക്കി, ആ സെൻട്രോമിയറിന് ബാക്കി 4 വശത്തേക്ക് പോകുന്നുണ്ടോ? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോമാറ്റിക്സ് എന്ന് പറയുന്നത്. Chromatids are the parts of a chromosome which are connected by means of centromere. Centromereലോട്ട് വന്ന് കണക്ട് ആവുന്ന ബാക്കിയുള്ള പാർട്സിനാണ് എന്ന് പറയുന്നത് നമ്മൾ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കി, അടുത്താണ് ഹ്യൂമൻ ക്രോമസോംസ്. ഹ്യൂമൻ ക്രോമസോംസ് അഥവാ മനുഷ്യരിലെ ക്രോമസോമുകൾ. നമുക്ക് ഹ്യൂമൻ ക്രോമസോംസിനെ എത്രയായിട്ട് തിരിക്കാം? 2 ആയിട്ട് തിരിക്കാം. സൊമാറ്റിക് ക്രോമസോംസ് അഥവാ സ്വരൂപ ക്രോമസോമുകൾ, പിന്നെ എന്താണ് സെക്സ് ക്രോമസോംസ് അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോമുകൾ. മനുഷ്യരിൽ 46 ക്രോമസോംസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ 23 പേർ ക്രോമസോംസ്. ഇതിൽ 22 പേർ ക്രോമസോം ഏതാണ്? സൊമാറ്റിക് ക്രോമസോംസ് ആണ്, അല്ലെങ്കിൽ എന്താണ് സ്വരൂപ ക്രോമസോമുകളാണ്. ബാക്കിയുള്ള 1 പേർ ക്രോമസോം ആണ് ഇത് സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, എന്താണ് സൊമാറ്റിക് ക്രോമസോംസ് നോക്കാം. These are chromosomes that control physical characteristics. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസ് ആണ് എന്ത്? സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ നീളം അല്ലെങ്കിൽ അയാളുടെ കണ്ണിന്റെ നിറം, അങ്ങനെയുള്ള ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്നവരാണ് ആര്? ഈ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടേം നോക്കി, എന്താണ് ഹോമോലോഗസ് ക്രോമസോംസ്. എന്താണ് ഹോമോലോഗസ് ക്രോമസോംസ്? A pair of identical chromosomes together form a homologous chromosomes. എന്താണ് ഒരേപോലെ ഇരിക്കുന്ന 2 ക്രോമസോംസ് ചേർന്നുണ്ടാകുന്നതാണ് എന്ത് പറയുന്നത്? ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത്. നോക്കി, one of these is inherited from the mother and the other is from the father. അതായത് ഈ ക്രോമസോം, ഈ പെയർ ഓഫ് ക്രോമസോമിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമുക്ക് അമ്മയിൽ നിന്നും മറ്റേന്ന് പറയുന്നത് അച്ഛനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്താണ് പറഞ്ഞത്? സൊമാറ്റിക് ക്രോമസോം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നവയാണ്. 22 പേർ അല്ലെങ്കിൽ 44 സൊമാറ്റിക് ക്രോമസോംസ് ആണ് നമുക്കുള്ളത്. പിന്നെ നോക്കി, എന്താണ് ഹോമോലോഗസ് ക്രോമസോംസ്? ഒരു പേരായിട്ടുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള ക്രോമസോംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത്. ഇതിൽ ഒരെണ്ണം നമുക്ക് അച്ഛനിൽ നിന്നും മറ്റേത് നമുക്ക് അമ്മയിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതാണ് എന്ത്? സൊമാറ്റിക് ക്രോമസോംസ്. ഇനി അടുത്ത ആളെ നോക്കി, സെക്സ് ക്രോമസോംസ് അല്ലെങ്കിൽ എന്താണ് ലിംഗനിർണയ ക്രോമസോമുകൾ. സെക്സ് ക്രോമസോംസ് അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോമുകൾ. ഇപ്പൊ നോക്കി, these are chromosomes which are involved in sex determination. അതായത് ഇപ്പൊ ഉണ്ടാവുന്ന ഒരു കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നിർണ്ണയിക്കുന്നത് ആരാണ്? നമ്മുടെ ഈ സെക്സ് ക്രോമസോംസ് ആണ്. ഒരു പെയർ ഓഫ് സെക്സ് ക്രോമസോംസ് ആണ് മനുഷ്യർക്കുള്ളത്. ഇനി ഏതൊക്കെയാണ് സെക്സ് ക്രോമസോം നോക്കണ്ടേ? അത് എക്സ് ക്രോമസോം ആൻഡ് വൈ ക്രോമസോംസ്. ഇതാണ് എന്ത്? സെക്സ് ക്രോമസോമുകൾ. ഇനി അടുത്ത് നോക്കി, വൈ ക്രോമസോമിന് എന്തായിരിക്കും? എക്സ് ക്രോമസോമിനേക്കാൾ വലിപ്പം കുറച്ച് കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? വൈ ക്രോമസോം എക്സിനേക്കാളും ചെറുതായിരിക്കും. ഇനി അടുത്തൊരു കാര്യം നോക്കി, the SRY gene of the Y chromosome is responsible for the development of testes in the embryo. അതായത് ഒരു എംബ്രിയോയില് ഇപ്പൊ ഉണ്ടാകുന്ന ഒരു ആൺകുട്ടിയാണ്, ആൺകുട്ടി അല്ലെങ്കിൽ മെയിൽസിൽ മാത്രമേ എന്ത് കാണത്തുള്ളൂ? ഈ വൈ ക്രോമസോംസ് കാണത്തുള്ളൂ. അപ്പം വൈ ക്രോമസോമിലെ SRY ജീനാണ് എന്തിന് സഹായിക്കുന്നത്? ആ എംബ്രിയോയിൽ ടെസ്റ്റിസ് എന്ന് പറയുന്ന ഓർഗൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, മെയിൽസിലാണെങ്കിൽ 22 പെയർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസും XY ക്രോമസോമും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫീമെയിൽസിലാണെങ്കിൽ 22 പെയർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസും XX സെക്സ് ക്രോമസോംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നോക്കി, നിങ്ങൾക്ക് നോക്കി പിക്ചർ കാണാൻ പറ്റും. ആ 22 പെയർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസിന്റെ പിക്ചർ ഉണ്ട്. പിന്നെ നോക്കി, XX XY എന്ന് പറയുന്ന സെക്സ് ക്രോമസോം കാണാൻ പറ്റും. അപ്പൊ ഇനി ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് സെക്ഷനിൽ ചോദിക്കാം. പറഞ്ഞ ഏതെങ്കിലും ഭാഗം മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് പറയുക.
ഏതെങ്കിലും ടോപ്പിക്കുകൾ സ്പെഷ്യൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക്കിനെ മാത്രമായിട്ട് ഒരു കൊച്ചു ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.